സിനിമ നല്ല സിനിമയായിരുന്നു, ആർക്കും മോശമായിട്ട് തോന്നത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരം സിനിമയാണ്. മെസ്സേജ് വൈസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, അവർ നന്നായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 2-2.25 മണിക്കൂർ നമുക്കൊരു എന്താ പറയുക, ഒരു രസകരമായിട്ട് കണ്ടിരിക്കാം. ഒരു സിനിമ എന്ന് പറയുന്നത് അവിടെ ഒരു അധ്വാനമാണ്, നമ്മളെ കുറ്റം പറയുന്നല്ല. എന്നാൽ നിങ്ങൾ പോയെന്നേ ഞാനൊന്ന് പറയല്ലെന്നേ, നിങ്ങൾ പോയെന്നേ. സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. എല്ലാവരുടെയും ആക്ടിംഗ് ഒക്കെ ഭയങ്കര റിയലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ടും കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വലിയ കോമഡിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സിനിമ നല്ല സിനിമയായിരുന്നു, ആർക്കും മോശമായിട്ട് തോന്നത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരം സിനിമയാണ്. പിന്നെ പുള്ളിയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. അത്രേ ഉള്ളൂ. എല്ലാവർക്കും കൺവേ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മീൻസ് ഡ്രഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫിലിമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യൂത്ത് കുറേ കാണാനുണ്ടായിരിക്കും, അവർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കുറേ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് മെസ്സേജ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല 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 പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ ഇതിന് നായകനായിരുന്നാലും അടിപൊളിയായിരുന്നു, നല്ല പെർഫോമൻസ്. ത്രില്ലർ വൈസായിട്ടൊന്നുമില്ല, പക്ഷേ മെസ്സേജ് വൈസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, അവർ നന്നായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമായിട്ട് തോന്നി. പടം കുഴപ്പമില്ല, ഫൺ ഒരു മൂവിയാണ്. അതായത് എന്താ പറയുക, നമുക്കെന്താ ഒരു 2-2.25 മണിക്കൂർ നമുക്കൊരു എന്താ പറയുക, ഒരു രസകരമായിട്ട് കണ്ടിരിക്കാം. പിന്നെ നായകൻ പുതിയ ആളാണെന്ന് തോന്നുന്നു, ഞാൻ പുള്ളി വേറെ പടത്തിൽ കണ്ടിട്ടില്ല. പിന്നെ വലിയൊരു സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല, ഒരു നടൻ്റെ ഒരു ഗസ്റ്റ് എൻട്രി ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചിലപ്പോൾ സ്പോയിലറാവും. കുറച്ചൊരു 10-15 മിനിറ്റാണുള്ളത്. പുള്ളിയുടെ ഒരു രസകരമായ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പടം ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്നൊരു പടം. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നാദിർ ഷാ സംവിധാനം ചെയ്ത പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമർ അക്ബർ അന്തോണിയാണ്. അത്രയൊന്നും വന്നിട്ടില്ല, ബട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു മൂവി, വൺ ടൈം വാച്ചബിൾ. നല്ലൊരു നടനല്ലേ നമ്മുടെ അർജുൻ അശോകൻ എന്ന് പറയുന്നത്. പക്ഷേ പുള്ളീനെ എന്തിനാണ് ഈ പടത്തിലെടുത്തിട്ടത്? അത് സ്ക്രിപ്റ്റ് വളരെ മോശം, തീരെ മോശം. ഡയറക്ഷനും വെറും മോശം. കാരണം വെച്ച് കഴിഞ്ഞാൽ നാദിർ ഷാനെ പോലുള്ള ഒരു ഡയറക്ഷൻ ഇങ്ങനെയുള്ള ഒരു പടമല്ല ഞാൻ വിചാരിച്ചത്. അർജുൻ അശോകനെ കൊള്ളുന്നതുകൊണ്ടാണ് വന്നത്. പ്രേമയുഗത്തിലൊക്കെ പുള്ളി നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു മികച്ച നടൻ, ഞാൻ മമ്മൂക്കയുടെ അഭിനയിച്ചൊരു മികച്ച നടൻ, ഇത്രയും ലോക തോൽവിയായിട്ടുള്ള സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് പുള്ളീനെ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പുള്ളീനെ ഉപയോഗിക്കേണ്ട രീതിയിൽ പ്രേമയുഗത്തിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലേ? പക്ഷേ ഇതെന്തോ ഇത് പുള്ളീനെ ചെയ്ത് വെച്ചേക്കുന്നത്. പുള്ളി അല്ലെങ്കിൽ പുള്ളിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ കരിയറിൽ സത്യം പറഞ്ഞാൽ ലോക തോൽവിയായിട്ടുള്ള ഒരു പടമാണ് ഇത്, സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മളെ പടത്തിനെ കുറ്റം പറയുന്നില്ല. ഒരു സിനിമയെന്ന് പറയുന്നത് അവിടെ ഒരു അധ്വാനമാണ്, നമ്മളെ കുറ്റം പറയുന്നില്ല. മലയാള ഇൻഡസ്ട്രിയിൽ നല്ല സ്റ്റോറികളെടുത്ത് നല്ല നടന്മാരെന്നാണ് അർജുൻ അശോകൻ. അവരൊക്കെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലോക തോൽവിയായിട്ടുള്ള പടം നമ്മൾ കുറ്റം പറയുന്നതല്ല. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അവരൊരു അധ്വാനമാണ്, അത് നമ്മൾ കുറ്റം പറയാം. ഇനിയെങ്കിലും വളരെ നല്ല ശ്രദ്ധിച്ച് ചെയ്യുക, അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അർജുൻ അശോകൻ പിന്നെ പുള്ളീനെ ഒരു ക്യാരക്ടർ കൊടുത്ത് പോലീസ് വേഷമാണ് കൊടുത്തിട്ട് SI വേഷമാണ്. അത് പുള്ളി വേണ്ട രീതിയിൽ SI വേഷമൊക്കെ പുള്ളി നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഗെറ്റപ്പായിട്ട് കയറി വരുന്നുണ്ട്. ലാസ്റ്റ് ഗുണ്ടയൊക്കെ വെറും കോമഡിയാണ്. എന്ന് പോയെന്നയച്ചി സത്യം പറയല്ലേ, ഇത് സത്യം പറഞ്ഞാൽ എന്തിട്ടുണ്ട് ഇത്? എന്നാൽ നിങ്ങൾ പോയെന്നേ ഞാനൊന്ന് പറയല്ലെന്നേ, നിങ്ങൾ പോയെന്നേ.